അല്ല, എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ അവർ ജെനുവിൻ മനുഷ്യനാണ്. എനിക്കറിയാവുന്ന ചാണ്ടി ഉമ്മൻ വളരെ ജെനുവിൻ മനുഷ്യനാണ്, വളരെ ജെനുവിനായിട്ട് മനുഷ്യൻ. എന്ന് വെച്ചാൽ കള്ളവും കളിപ്പീരും കള്ളത്തരങ്ങളും ഇല്ലാത്തൊരു യഥാർത്ഥ മനുഷ്യനാണ്. അതുകൊണ്ടാണ് പലപ്പോഴും അദ്ദേഹം ഫിൽറ്റർ ചെയ്യാതെ അഭിപ്രായം കയറി പറയുന്നത്. ഇപ്രാവശ്യത്തെ വോട്ട് ചാണ്ടി ഉമ്മൻ എന്ന ബ്രാൻഡിനാണ്. ചാണ്ടി ഉമ്മൻ ഹാസ് ക്രിയേറ്റഡ് ഈ സ്പേസ്. ചാണ്ടി ഉമ്മൻ്റെ എല്ലാ ഇൻ്റർവ്യൂസും കണ്ടു കഴിഞ്ഞാൽ എന്താണ് കോൺഗ്രസിൻ്റെ എന്ന് പറഞ്ഞാൽ പുള്ളി ഒറ്റ വാക്യം പറഞ്ഞു, ഹ്യൂമാനിറ്റി, മനുഷ്യത്വമാണ്. ചാണ്ടി ഉമ്മൻ ഒരു ചെറിയ ഉത്തരവാദിത്വം കൊടുത്തു നിലമ്പൂർ. അതിൻ്റെ കാര്യം ആര്യേട്ടൻ ഷൗക്കത്തും ചാണ്ടിയും ഭയങ്കര അടുത്ത സുഹൃത്തുക്കളാണെന്നുള്ളതുകൊണ്ട്. പക്ഷേ അവിടെ ഞാനുണ്ടായിരുന്നു നിലമ്പൂർ. ഇദ്ദേഹത്തിൻ്റെ കൂടെ പല വീടുകളിലും ഞാൻ ചെല്ലുമ്പോൾ എനിക്കറിയാം ചാണ്ടി അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേന്നെ വീട്ടുകാർക്ക് എന്തൊരു ആവേശമാണെന്നത്. കാരണം ഈ മധ്യതിരുവിതാംകൂറിൽ നിന്ന് കുടിയേറി പാർത്തവരെ അവിടെ കൂടുതലുള്ളത്. ഈ ഉമ്മൻചാണ്ടിയുടെ കയ്യിൽ പൈസ ഉണ്ടെന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെ വീട്ടിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഉമ്മൻചാണ്ടിയുടെ മക്കൾക്ക് വേണ്ടി അദ്ദേഹം ഒരു റെക്കമെൻഡേഷൻ നടത്തിയിട്ടില്ല. ഉമ്മൻചാണ്ടിയുടെ മക്കളെല്ലാം ഇവിടുത്തെ സാധാരണ പബ്ലിക് സ്കൂളിലാണ് പഠിച്ചത്. ഇപ്പം രാജഗിരിയിലാണ് നമ്മുടെ അച്ചു പഠിച്ചത്. ഇദ്ദേഹം സെൻറ്റ് സ്റ്റീഫൻസ് എന്ന് പറഞ്ഞാൽ എയ്ഡഡ് കോളേജാണ്, അവിടെയാണ് പഠിച്ചത്. അദ്ദേഹം മെറിറ്റിൽ പോയതാണ്. മെറിറ്റ് അയാൾക്ക് അവിടെ ഹിസ്റ്ററിക്കാണ് കിട്ടിയത്. അവിടെ ഹിസ്റ്ററിക്ക് പോയി. പുള്ളി അത് ഹിസ്റ്ററി കഴിഞ്ഞു ചെയ്ത് കൊടുത്തു. അപ്പം ആ LLBക്കും LLMനും എല്ലാം പുള്ളി അങ്ങനെയുള്ള പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് പഠിച്ചത്. നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ശ്രീ ജയസ് അടൂർ. സ്വാഗതം. വളരെ രസകരമായ ചില കാഴ്ചകൾ ഈ തെരഞ്ഞെടുപ്പ് മേഖലയിൽ നമുക്ക് കാണാൻ കഴിയുന്നു. കേരളം ഏറെ ബഹുമാനത്തോടെ വലിയ ആദരവോടെ ഇപ്പോൾ ചർച്ച ചെയ്യുന്നൊരു പേരാണ് പഴയ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടേത്. അദ്ദേഹത്തിൻ്റെ മകൻ ചാണ്ടി ഉമ്മൻ പുതുപ്പള്ളിയിൽ മത്സരിക്കുന്നു. മകൾ മറിയ ഉമ്മൻ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി UDF സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി കേരളത്തിൽ പറന്ന് നടക്കുന്ന കാഴ്ചയാണ്. മാധ്യമങ്ങൾക്കും സോഷ്യൽ മീഡിയയ്ക്കുമൊക്കെ വലിയ വൈറൽ സ്റ്റോറികൾ സമ്മാനിക്കുകയാണ് ഇപ്പോൾ മറിയ ഉമ്മൻ. ചാണ്ടി ഉമ്മനെ സംബന്ധിച്ച് സൈക്കിളിൽ വോട്ട് പിടിക്കുന്നു, ജനങ്ങൾക്കിടയിൽ ഇഴുകിച്ചേരുന്നു. അങ്ങ് ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് എഴുതി, ബ്രാൻഡ് ചാണ്ടി. എന്തുകൊണ്ടാണ് ഒരു ബ്രാൻഡ് ചാണ്ടി എന്ന് അഭിസംബോധന ചെയ്യാനുള്ള കാരണം? ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഇൻവിസിബിൾ പ്രസൻസ് ഉമ്മൻചാണ്ടിയുടേതാണ്. കാരണം ഉമ്മൻചാണ്ടിയുടെ കവറിൽ പോകാത്ത ഒരു നേതാക്കളുമില്ല. അത് പഴയ ഗ്രൂപ്പ് വ്യത്യാസം എന്നെ. അതുമാത്രമല്ല, ഈ കേരള കോൺഗ്രസിൻ്റെ എൻ്റെയർ സീറ്റ് കിട്ടിയ എല്ലാവരും അവിടെ പോയി. ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും രണ്ട് കാര്യങ്ങൾ കേരളത്തിൽ എനിക്കറിയാവുന്ന മധ്യതിരുവിതാംകൂർ പ്രത്യേകിച്ച് രണ്ട് കാര്യങ്ങൾ വളരെ ക്ലിയറാണ്. ഒന്ന്, ഉമ്മൻചാണ്ടിയോട് തെറ്റ് ചെയ്യുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ പിണറായി വിരുദ്ധ തരംഗമാകാൻ പോകുന്ന അതാണ്. അതായത് ഉമ്മൻചാണ്ടിയെപ്പോലൊരു മനുഷ്യനെ, ജനങ്ങളുടെ വിശ്വാസ്യതയുള്ള, ജനങ്ങളുടെ ഇടയിൽ ജീവിച്ച ഒരു മനുഷ്യനെ ഏറ്റവും കള്ളത്തരങ്ങളാൽ പറഞ്ഞ് ഏറ്റവും കപട ആരോപണങ്ങളാൽ കുടുക്കിയ ഒരാളാണ് പിണറായി വിജയൻ എന്നുള്ള ധാരണ ഉണ്ട്. അല്ല, മറ്റൊരു ഇമേജ് അതുപോലെ വേറൊരാളും മന്ത്രി, അതുവരെ ആ ഒരു മന്ത്രിക്കെതിരായി, അതായത് ഉമ്മൻചാണ്ടിയുടെ സമയത്ത് ട്രാൻസ്പോർട്ട് മന്ത്രിയായിരുന്ന ഒരാൾക്കെതിരായി ഒരുപാട് സമയം നിയമസഭ സ്തംഭിപ്പിക്കുകയും അദ്ദേഹത്തെ വഴി നടക്കാൻ അനുവദിക്കില്ലെന്ന് അദ്ദേഹം ഇന്ന് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയാണ് പത്തനാപുരത്ത്. അതേപോലെ ഉമ്മൻചാണ്ടി, അതുകൊണ്ടാണ് പറഞ്ഞത് ഉമ്മൻചാണ്ടി ഈസ് ആൻ ഇൻവിസിബിൾ പ്രസൻസ് ഇൻ ദിസ് ഇലക്ഷൻ. ഈ ഇലക്ഷനിൽ ജീവിച്ചിരുന്ന ഉമ്മൻചാണ്ടിയെക്കാട്ടിൽ ശക്തനാണ് മരിച്ചുപോയ ഉമ്മൻചാണ്ടി. കാരണം ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ വിശ്വസിക്കുന്നത് എന്താ പറയുക, ഉമ്മൻചാണ്ടിയോട് അനീതി ചെയ്തു. 2016 അന്ന് ഉമ്മൻചാണ്ടി തെരഞ്ഞെടുപ്പിനെ ഫേസ് ചെയ്യുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് അന്ന് തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുന്നു. പിന്നീട് രമേശ് ചെന്നിത്തലയാണ് പ്രതിപക്ഷ നേതാവാകുന്നത്. എങ്കിലും 2021 ഉമ്മൻചാണ്ടി വേട്ടയാടപ്പെട്ടിരുന്നു. അവനെ ക്രൂശിക്കുക, അവനെ കല്ലെറിയുക എന്ന തലത്തിൽ ഒട്ടനവധി കഥകൾ പ്രചരിപ്പിച്ച് ഒട്ടനവധി ഉമ്മൻചാണ്ടിക്കെതിരായ ആരോപണങ്ങൾ തൊടുത്തുവിട്ട് ഒരുപാട് ശത്രുക്കൾ കളം നിറഞ്ഞ കാലഘട്ടമായിരുന്നു. പക്ഷെ പിന്നീട് അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും പല അത്ഭുതങ്ങളും കാണുന്നു. അയാൾ നീതിമാനായിരുന്നു എന്ന് ജനങ്ങൾ ഒരു എഴുത്തുണ്ടല്ലോ, അത് ജനങ്ങളുടെ മനസ്സിൽ പറഞ്ഞു. ഈ മനുഷ്യൻ നീതിമാനായിരുന്നു. അതെ, ആ ഒരു കാര്യം ഇറ്റ് ഈസ് വെൽ. ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ നോക്കിക്കോണം,
എറണാകുളം തൊട്ട് തെക്കോട്ട് അടിക്കുന്ന വീശും ഉമ്മൻചാണ്ടി ഇതായിരിക്കും. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ചാണ്ടി ഉമ്മനെ സംബന്ധിച്ചിട്ട് എല്ലാവർക്കും ഉണ്ടായിരുന്ന ഒരു ഭയം, ചാണ്ടി ഉമ്മൻചാണ്ടിയുടെ ഷാഡോയിൽ നിന്ന ആദ്യം ഒരു റിബൽ നേച്ചറായിരുന്നു ചാണ്ടി ഉമ്മനിൽ നിന്ന് നമ്മളൊക്കെ ഈ മാധ്യമങ്ങളിലൂടെയൊക്കെ അറിഞ്ഞത്. പക്ഷെ പിന്നീട് ഭയങ്കര ട്രാൻസ്ഫോർമേഷൻ. അതല്ല, സത്യം പറഞ്ഞാൽ ചാണ്ടി ഉമ്മൻ വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട, ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിൽ വളരെ ആവേശം കാണിക്കാത്ത ഒരു ചെറുപ്പക്കാരനായിരുന്നു. അത് സ്വന്തം അപ്പനെ ഇത്രയധികം വേട്ടയാടിയപ്പോൾ ഒരുപക്ഷെ വലിയ തലത്തിൽ മാനസിക സമ്മർദ്ദം അനുഭവിച്ചു. അതിനെക്കാട്ടില്ലേ ഇതിൻ്റെ അകത്ത് ഞാൻ വായിച്ചിട്ടുള്ള കാര്യത്തിൽ എനിക്ക് ചാണ്ടി ഉമ്മനെ കോളേജിൽ പഠിക്കുമ്പോൾ, കോളേജിൽ എൻ്റെ 20, 18, 19 വയസ്സ് കൊണ്ട് അറിയാം. ചാണ്ടി ഉമ്മൻ മദ്യപിക്കുന്ന ആളേ അല്ല. ഇവിടെ എഴുതി വെച്ച് എന്താണ്, ചാണ്ടി ഉമ്മൻ മദ്യപിച്ച അവശനായി. എനിക്ക് ചാണ്ടി ഉമ്മനെ കൃത്യമായി അറിയാവുന്ന ആളാണ്. പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുന്ന ഒരു കൊച്ചു മുറിയിൽ താമസിക്കുന്ന, അയാളുടെ അമ്മ അയച്ചു കൊടുക്കുന്ന തുച്ഛമായ എന്താ പറഞ്ഞേ പൈസ കൊണ്ട് ജീവിച്ചുകൊണ്ടിരുന്നൊരു മനുഷ്യനായി ചാണ്ടി ഉമ്മൻ. ഈ ചാണ്ടി ഉമ്മനോട് ഉമ്മൻചാണ്ടി പലർക്കും അറിയത്തില്ല, ഉമ്മൻചാണ്ടി പല കാര്യങ്ങളും എന്നോടാണ് ചാണ്ടി ഉമ്മനോട് പറയാൻ ഏർപ്പെടുത്തുന്നതിന്. പലപ്പോഴും ഞാൻ അദ്ദേഹത്തോട് വഴക്കും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ചാണ്ടി ഉമ്മൻ ഇനി രാഷ്ട്രീയത്തിൽ തന്നെ നിൽക്കണമെന്നുള്ളത് അന്ന് തന്നെ ആഗ്രഹമായിരുന്നു. ഈ ഇത്രയും പഠിച്ചു കഴിഞ്ഞിട്ട് 2 LLM ഉണ്ട്. പിന്നെ പുള്ളി ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ ഇപ്പോൾ ഒരു മാനേജ്മെൻറ്റ് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിൻ്റെ പല ജോലികളും ഞാൻ തന്നെ പറഞ്ഞു. ഇന്ന ഉമ്മൻചാണ്ടി പറഞ്ഞു, ഞാൻ ജോൺ സാമുൽ പറയുന്നത് ചെയ്യാൻ പറ്റും. പുള്ളി കേൾക്കില്ല, കാരണം പുള്ളിയുടെ ഹാർട്ട് ഇവിടെയാണ്. 2004 ലോക്സഭാ ഇലക്ഷന് തൊട്ട് ഈ ചാണ്ടി ഉമ്മൻ വീടുകൾ കയറുമായിരുന്നു, പ്രവർത്തിക്കുമായിരുന്നു. ഈ ഉമ്മൻചാണ്ടിയുടെ മോനായി എന്നുകൊണ്ട് മാത്രം പുള്ളി NSUIയുടെ, നിങ്ങൾക്ക് അറിയാവുന്ന അറിയത്തില്ല, NSUIയുടെ പിന്നെ ഡൽഹിയിലെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. ഈ ശശി തരൂർ കഴിഞ്ഞിട്ട് ഒരു മലയാളി മാത്രമേ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ പ്രസിഡൻ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ ചാണ്ടിക്ക് അന്നേ പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ചാണ്ടിയുടെ സോഷ്യൽ ഇമേജും ചാണ്ടിയെ ടാർഗറ്റ് ചെയ്തു. ചാണ്ടിക്ക് ഒരുപാട് തോട്ടം അമേരിക്കയിലുണ്ടെന്ന് പറഞ്ഞു വെച്ചു. ചാണ്ടിയുടെ സ്വത്തിപ്പം താണ്ടിപ്പോൾ കാണുന്നുണ്ട്. ഏറ്റവും കുറച്ച് സ്വത്തുള്ള ഒരാളാരാണ്? പിന്നെ അപ്പനെ ചികിത്സിക്കാതിരുന്ന എന്തൊക്കെ കളതരാ പറഞ്ഞേ. ഈ അപ്പനെ അമേരിക്കയിൽ കൊണ്ടുപോയത്, ഇവിടെ കൊണ്ടുപോയി ചികിത്സിച്ചതും, ജർമ്മനിയിൽ ചികിത്സയ്ക്ക് പോയപ്പോൾ എൻ്റെ മകനുണ്ട് അവിടെ. അപ്പം ഇതൊക്കെ പറഞ്ഞ് എന്ത് പച്ചക്കളങ്ങളാണ് അപ്പനെ ചികിത്സയ്ക്ക് പോയത്. അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷനിലും ചാണ്ടി ഉമ്മൻ പല മൾട്ടിപ്പിൾ മെസ്സേജിങ് കൊടുത്തു. അത് ഉപയോഗിച്ച് ചില സോഷ്യൽ മീഡിയയും അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്തു. പക്ഷേ ഇപ്പോൾ സംഭവിച്ച ഒരു അത്ഭുതം എന്ന് പറഞ്ഞാൽ ചാണ്ടി ഉമ്മൻ ഒരു നൈസർഗികമായി ഓർഗാനിക്കായിട്ട് പെരിയ എമർജ് ചെയ്യാൻ തുടങ്ങി. അതാദ്യം പുള്ളി ചെയ്തതെന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കുമ്പം, ഈ കോട്ടയത്ത് കെട്ടിടം ഇടിഞ്ഞു വീണപ്പോൾ ചാണ്ടി ഉമ്മൻ വളരെ എംപത്തറ്റിക് ആയിട്ടുള്ളൊരു ലീഡറായിരുന്നു. വെറുതെ കാണിക്കുന്ന അല്ലെ, എംപത്തറ്റിക്കായിട്ട് അവരുടെ വീട്ടിൽ പോയി വേണ്ട സഹായങ്ങളൊക്കെ നൽകി. അത് കഴിഞ്ഞിട്ട് ചാണ്ടി ഉമ്മൻ ചെറിയ ഉത്തരവാദിത്വം കൊടുത്തു നിലമ്പൂര്. അതിൻ്റെ കാര്യം ആര്യേട്ടൻ ഷൗക്കത്തും ചാണ്ടിയും ഭയങ്കര അടുത്ത സുഹൃത്തുക്കളാണെന്നുള്ളതുകൊണ്ട്. പക്ഷേ അവിടെ ഞാനുണ്ടായിരുന്നു നിലമ്പൂര്. ഇദ്ദേഹത്തിൻ്റെ കൂടെ പല വീടുകളിലും ഞാൻ ചെല്ലുമ്പോൾ എനിക്കറിയാം ചാണ്ടി അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേന്നെ വീട്ടുകാർക്ക് എന്തൊരു ആവേശമാണെന്നുണ്ട്. കാരണം ഈ മധ്യരവാങ്കൂറിൽ നിന്ന് കുടിയേറി പാർത്തവരെ അവിടെ കൂടുതലുള്ളത്. 10,000 വീട് കയറി പുള്ളി അദ്ദേഹം. അത് കഴിഞ്ഞിട്ട് ഓരോ പ്രോഗ്രാമും ചാണ്ടി ഈ 54 വീട് വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞില്ലയോ, അന്ന് ഞാൻ ചാണ്ടിയോട് പറഞ്ഞു, ചാണ്ടി ഇങ്ങനെ ഓവർ പ്രോമിസ് ചെയ്യണോ? ഇതൊരു 20 വീട് എന്താണ് നമ്മൾ പറയണോ? അല്ലല്ല, അത് നമ്മൾ ചെയ്യാനോ? ഹി വാസ് വെരി ഹോപ്പ്ഫുൾ. ഇത് റെക്കോർഡ് സമയത്തിന് ഞാൻ വിശ്വസിച്ചില്ല സത്യം പറഞ്ഞാൽ. ഈ 1 കൊല്ലം കൊണ്ട് 1.5 കൊല്ലം കൊണ്ട് ഓടി നടന്ന് ഉമ്മൻചാണ്ടി ഭവൻ എന്ന് പറഞ്ഞിട്ട് 54 വീട് തീർത്തില്ലേ, അതിൻ്റെ താക്കോൽ കൊടുത്തില്ലേ. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ പഞ്ചായത്ത് ഇലക്ഷന് ചാണ്ടി ഉമ്മൻ ലെഡ് ഫ്രം ദ ഫ്രണ്ട്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പോലും ആ പുതുപ്പള്ളിയിലെ പഞ്ചായത്തുകളൊന്നും പിടിച്ചെടുത്തില്ല, ചാണ്ടി ഉമ്മൻ പിടിച്ചെടുത്തു. അതോടുകൂടി ചാണ്ടി ഉമ്മനോടുള്ള വിശ്വാസ്യത ആ പഞ്ചായത്തിലുള്ള എല്ലാവർക്കും കൂടി. കാരണം ചാണ്ടി ഉമ്മൻ യഥാർത്ഥത്തിൽ വളരെ സിൻസിയറായിട്ടുള്ള ആത്മാർത്ഥമായി പറയുന്നത്. ആ ഒരു കോൺഫിഡൻസിൽ നിന്നാണ് ചാണ്ടി ഉമ്മൻ എന്താ പറഞ്ഞേ, ആദ്യമായി ആരും ചെയ്യാത്തൊരു കാര്യം ഫെസ്റ്റിവൽ നടത്തി. എവിടെ? ആ ഫെസ്റ്റിവലിന് സിനിമാ രംഗത്തുള്ള പലരും വന്നു. അതിപ്പോഴായിരുന്നെങ്കിൽ വലിയ കോൺട്രവേഴ്സി ആയിരുന്നു. അത് തെരഞ്ഞെടുപ്പിന് വളരെ മുമ്പാണ്. അതായത് ആ ഫെസ്റ്റിവലോടെ ചാണ്ടി ഉമ്മൻ്റെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ കഴിഞ്ഞു, ചെയ്യാനുള്ളതെല്ലാം ചെയ്തു. അത് കഴിഞ്ഞ് ഇപ്പം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരാൾക്ക് തൻ്റെ ഇടം വരുന്നത്, എനിക്ക് ഫ്ലെക്സ് വേണ്ട, പോസ്റ്റ് വേണ്ട. സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പരിസ്ഥിതി ദുരന്തം ഉണ്ടാക്കുന്ന കാര്യമാണ്
ഫ്ലെക്സും പോസ്റ്ററും. അതുപോലെ കഴിഞ്ഞ ഒരു 2-3-4 കൊല്ലം മുമ്പ് സോഷ്യൽ മീഡിയ വളരെ മോശമായിരുന്നു ചാണ്ടി. ചാണ്ടിയിലെ ഈ എന്താ പറയുക, ഈ ചിലപ്പോൾ ലൈവ് ഇടും എവിടുന്നെങ്കിലും ഒക്കെ വെച്ച്. അപ്പം ഞാൻ ചാണ്ടിയോട് പറഞ്ഞു ദയവ് ചെയ്ത് അങ്ങനെ ലൈവ് ഇടും. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ മാസ്റ്റേഡ് ഇറ്റ് സോഷ്യൽ മീഡിയയിൽ. ചാണ്ടി ഉമ്മൻ സൈക്കിളിൽ പോയി വോട്ട് അഭ്യർത്ഥിക്കുന്നതൊക്കെ ചാനലുകളുടെ ഏറ്റവും വലിയ വൈറൽ സ്റ്റോറിയാണ്. കേരളത്തിൽ മാത്രമല്ലെന്ന്, അത് ഇന്ത്യൻ സ്റ്റോറിയായി. ഫ്ലെക്സും മറ്റതും ഇല്ലാതെ സൈക്കിൾ ഔട്ടി. അപ്പം വൺ ഈസ് യങ്, രണ്ടാമത് ട്രാക്ക് സൂട്ട് വിട്ടിട്ട് ടീഷർട്ട് വിട്ടിട്ട് സാധാരണ നെക്സ്റ്റ് ഡോർ ബോയ് എന്നൊരു ഇമേജ് വന്നു. നെക്സ്റ്റ് ഡോർ ബോയ്, അപ്പം നെക്സ്റ്റ് ഡോർ ബോയ് യങ് മാൻ എന്നുള്ളൊരു ഇമേജ് ഭയങ്കര. അതുകൊണ്ട് ചാണ്ടിക്ക് ഇപ്രാവശ്യത്തെ വോട്ട് ചാണ്ടി ഉമ്മൻ എന്ന ബ്രാൻഡിനാണ്. ചാണ്ടി ഉമ്മൻ ഹാസ് ക്രിയേറ്റഡ് ഈ സ്പേസ്. ചാണ്ടി ഉമ്മൻ്റെ എല്ലാ ഇൻ്റർവ്യൂസും കണ്ടു കഴിഞ്ഞാൽ എന്താണ് കോൺഗ്രസിൻ്റെ എന്ന് പറഞ്ഞാൽ പുള്ളി ഒറ്റ വാക്യം പറഞ്ഞു, ഹ്യൂമാനിറ്റി, മനുഷ്യത്വമാണ്. അപ്പോൾ ആ ഒരു മനുഷ്യത്വം കൃത്യമായി കാണിക്കുന്ന എമ്പതിയുള്ളൊരു ലീഡറായിട്ടാണ് ചാണ്ടി ഉമ്മൻ ഹാസ് അറൈവ്ഡ്. മറുവശത്ത് BJP-ക്കാർ ഈ അടുത്ത കാലത്ത് ഒരു പ്രകടനവുമായി MLA ഓഫീസിലേക്ക് ചെന്നു. അങ്ങ് ശ്രദ്ധിച്ചോ എന്നറിയില്ല. സാക്ഷാൽ MLA ചാണ്ടി ഉമ്മൻ അങ്ങ് ഇറങ്ങി BJP പ്രകടനക്കാരുടെ മുന്നിലേക്ക് നടന്നു ചെല്ലുന്നു, ചിരിച്ച് അവരെ സൗഹാർദ്ദപരമായി സ്വീകരിക്കുന്നു, അവരോട് ആശയവിനിമയം നടത്തുന്നു. പ്രകടനം തന്നെ ചീറ്റിപ്പോയി. അല്ല, അതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചാണ്ടി ഉമ്മൻ എന്നെ സംബന്ധിച്ച് എനിക്കറിയാവുന്ന ചാണ്ടി ഉമ്മൻ ഇതൊന്നും ചെയ്തതിൽ എനിക്ക് യാതൊരു അത്ഭുതമില്ല. കാരണം ചാണ്ടി ഉമ്മൻ ജൈവികമായി ഒരു നേതാവായി അദ്ദേഹത്തിൻ്റെ ശൈലി ക്രിയേറ്റ് ചെയ്ത് ഉമ്മൻചാണ്ടിയുടെ ഷാഡോയിൽ നിന്ന് പതിയെ എമർജ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇംഗ്ലീഷിൽ നമ്മൾ പറയും ഹി ഹാസ് അറൈവ്ഡ്. അല്ല, അതിൽ ഉമ്മൻചാണ്ടിയുടെ ഒരു ആത്മാവ് ഇടപെട്ടോ എന്ന് നമുക്കറിയില്ല. അത്രയധികം ഒരു വിസിബിളായ ഒരു ബ്രാൻഡിങ്. അല്ലല്ല, അത് ഞാൻ പറഞ്ഞില്ലേ, ഈ ഉമ്മൻചാണ്ടിയെ കണ്ട് പഠിച്ച ഉമ്മൻചാണ്ടി അയാൾ ഇംബൈബ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് വേറെ ഒരു ടോണാലിറ്റിയിലെടുത്തു. ഹി ഹാസ് റീഡിഫൈൻഡ് ഇറ്റ് ഇൻ ഹിസ് ഓൺ വേ. ഉദാഹരണത്തിന് ചാണ്ടി അവിടെ ചെയ്തിട്ടുള്ള വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സ്പോർട്സിനുള്ള പ്രാമുഖ്യമാണ്. ചാണ്ടി ഷട്ടിൽ നല്ലപോലെ കളിക്കും, ഈ ചാണ്ടി ഇടയ്ക്കൊക്കെ പാടും, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. സോ ഹീസ് ആ ഒരു ഓർഗാനിക് ലീഡറായിട്ട് വരിക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. മറ്റ് ചെറുപ്പക്കാർക്കുള്ള പോലെ ഈ കൂട്ടുകെട്ട് മണ്ഡലത്തിൽ നിന്ന് മുങ്ങിപ്പോകൽ ഒന്നുമില്ല. മുഴുവൻ സമയം മണ്ഡലത്തിൽ അവൈലബിൾ ആണ്. അതാണ് അയാളുടെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഇൻറ്റഗ്രിറ്റി ഉണ്ട്. എനിക്കറിയാവുന്ന ചാണ്ടിക്ക് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് 2004 തൊട്ട് നന്നായിട്ട് അറിയാം. ഇൻറ്റഗ്രിറ്റി ഉണ്ട്. എന്നിട്ട് ഇതേ ചാണ്ടി ഉമ്മനെ കുറിച്ചാണ് ഒരിക്കൽ അപവാദം പ്രചരിപ്പിച്ചത്. അത് മാത്രമല്ല, ചാണ്ടിയുമ്മന് ഇൻറ്റഗ്രിറ്റി ഉണ്ടെന്ന് മാത്രമല്ല. ഇപ്പം നിങ്ങൾ ഈ ചാണ്ടിയുമ്മൻ്റെ ഡിക്ലറേഷൻ കണ്ടില്ലേ? ചാണ്ടിയുമ്മൻ 54 വീട് വെച്ചു കൊടുത്ത് അയാൾക്ക് വീടില്ല, അയാളിപ്പോഴും വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഉമ്മൻചാണ്ടി ആ പണിയാൻ തുടങ്ങിയ വീട് പോലും പണിത് തീർക്കണം ഈ ചാണ്ടിയുമ്മന് പറ്റിയില്ല. സോ ദാറ്റ് ഈസ് വാട്ട് മേക്സ് ഹിം ഡിഫറെൻറ്റ്. ഞാൻ ഇന്നലെ രാവിലെ ഉമ്മൻചാണ്ടിയുടെ ഒരു വളരെ അടുത്ത ബന്ധുവുമായി യാദൃശ്യമായി സംസാരിച്ചു, ഒട്ടും ഒഫീഷ്യാലിറ്റി ഇല്ലാതെ. അദ്ദേഹം പറഞ്ഞു, ഉമ്മൻചാണ്ടിയുടെ ഒരു രീതി നമ്മൾ അത്ഭുതപ്പെട്ടു പോയി. എല്ലാവരും പറയും കോടികൾ അമക്കിക്കൊണ്ടുപോയ ഒരു ഉമ്മൻചാണ്ടിയുടെ കഥ പലരും അപവാദ പ്രചരണത്തിന് ഉപയോഗിക്കും. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരിക്കലും പൈസയില്ല. മിക്കവാറും മറിയാമ്മയോട് ചോദിച്ച് എന്തെങ്കിലും കയ്യിലിരിക്കുന്ന മേടിച്ചുകൊണ്ട് പോകും. അപ്പോൾ മറിയാമ്മയ്ക്ക് ഉമ്മൻചാണ്ടി വരുന്നത് ഈ പൈസ ചോദിക്കുമ്പോൾ തന്നെ ഭയമാണ്. കാരണം വീട്ടിൽ ചിലവിന് പലപ്പോഴും പൈസ ഉണ്ടാവില്ല. ഇതൊക്കെ സത്യമാണ്. എനിക്കറിയാവുന്ന ഞാൻ പറഞ്ഞില്ലേ, ഈ ചാണ്ടി ഉമ്മൻ ഡൽഹിയിൽ എന്നെ കാണാൻ വരുന്നത് പബ്ലിക് ട്രാൻസ്പോർട്ടിലായിരുന്നു. ബസ് ഇറങ്ങി നടന്നു. ഞാൻ ചാണ്ടിയുമ്മൻ ഓർമ്മയുണ്ട്, ഇന്ത്യ ഇൻ്റർനാഷണൽ സെൻറ്ററിലാണ് ഞാൻ വരുമ്പോൾ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ ഡൽഹിയിൽ വരുമ്പം ചാണ്ടിയെ അറിയിക്കും, ചാണ്ടി വരും. പിന്നെ മെട്രോ വന്നു കഴിഞ്ഞപ്പോൾ ശേഷം മെട്രോയിൽ നിന്ന് നടന്നാൽ മതി. ചാണ്ടി ഒരിക്കലും ഒരു കാറിൽ അല്ല, ഡൽഹിയിലൊക്കെ ഒരു BMW മേടിച്ച് അതാണ് ഞാൻ പറഞ്ഞത്. ഇല്ല ഈ ഉമ്മൻചാണ്ടിയുടെ കയ്യിൽ പൈസ ഉണ്ടെന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെ വീട്ടിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഉമ്മൻചാണ്ടിയുടെ മക്കൾക്ക് വേണ്ടി അദ്ദേഹം ഒരു റെക്കമെൻഡേഷൻ നടത്തിയിട്ടില്ല. ഉമ്മൻചാണ്ടിയുടെ മക്കളെല്ലാം ഇവിടുത്തെ സാധാരണ പബ്ലിക് സ്കൂളിലാണ് പഠിച്ചത്. ഇപ്പം രാജഗിരിയിലാണ് നമ്മുടെ അച്ചു പഠിച്ചത്. ഇദ്ദേഹം സെൻറ്റ് സ്റ്റീഫൻസ് എന്ന് പറഞ്ഞാൽ എയ്ഡഡ് കോളേജാണ്, അവിടെയാണ് പഠിച്ചത്. അദ്ദേഹം മെറിറ്റിൽ പോയതാണ്. മെറിറ്റ് അയാൾക്ക് അവിടെ ഹിസ്റ്ററിക്കാണ് കിട്ടിയത്. അവിടെ ഹിസ്റ്ററിക്ക് പോയി. പുള്ളി അത് ഹിസ്റ്ററി കഴിഞ്ഞു ചെയ്ത് കൊടുത്തു. അപ്പം LLBക്കും LLMനും എല്ലാം പുള്ളി അങ്ങനെയുള്ള പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് പഠിച്ചത്. ഇതെല്ലാം ആരുടെയും റെക്കമെൻഡേഷനിൽ കിട്ടിയതല്ല. കാരണം ഉമ്മൻചാണ്ടിക്ക് അങ്ങനെ പൈസ ഇല്ലായിരുന്നു. ഉമ്മൻചാണ്ടി അങ്ങനെ ഒരു വീട്, അവർ ഈ വീട് വെച്ചിരിക്കുന്നത് തന്നെ ചേച്ചിയുടെ ലോൺ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പം ഇപ്പം നമ്മൾ മുനീറിൻ്റെ കാര്യം പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഞാൻ ഇന്ന് എഴുതിയിട്ടുണ്ട്,
രാഷ്ട്രീയക്കാരിൽ ഒരു 80% കടത്തിലാണ് അല്ല മുനീറിൻ്റെ പക്ഷേ ഇന്ത്യ വിഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട്. പക്ഷെ അല്ല, രാഷ്ട്രീയത്തിൽ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത്, എനിക്കറിയാവുന്ന ഒരുപാട് രാഷ്ട്രീയക്കാർ കൈക്കൂലി മേടിക്കാത്ത രാഷ്ട്രീയക്കാരാണ്. പക്ഷേ നമ്മുടെ പെർസെപ്ഷൻ എന്താണ്, ഇവർക്ക് കോടികൾ അവിടെ ഉണ്ട്, ഒരു 10% കാണും. പക്ഷേ അങ്ങനെ എനിക്കൊരു ധാരണ ഇല്ല. കാരണം അവർ വ്യക്തിപരമായി പലരുടെ കാര്യത്തിലും അല്ലേ, വ്യക്തിപരമായിട്ട് ഉമ്മൻചാണ്ടി 5 പൈസ അർഹതയില്ലാത്ത 5 പൈസ വീട്ടിൽ കൊണ്ട് വന്നിട്ടില്ല. ഉമ്മൻചാണ്ടിയുടെ മകൾ മറിയ ഉമ്മൻ വളരെ സജീവ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ മുഴുകിയിരിക്കുന്നു. അപ്പോൾ ഉമ്മൻചാണ്ടി ശരിക്കും ജീവിക്കുകയല്ലേ ഈ തെരഞ്ഞെടുപ്പിലും? അതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ പറഞ്ഞതുപോലെ മരിയയും വളരെ ആക്റ്റീവായിരുന്നു. മരിയയ്ക്കും വളരെ ടാലൻ്റ് ഉള്ള ഒരാളാണ്, പഠിക്കാൻ വളരെ മിടുക്കിയായിരുന്നു. അവർ കമ്പ്യൂട്ടർ സയൻസാണ് പഠിച്ചത്. കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചിട്ട് അവർ EYയിലാണ് ജോലി ചെയ്യുന്നത്. ജോലി ചെയ്തിട്ട് ഉള്ള ലീവ് എടുത്തിരിക്കുമായിരിക്കും ഇപ്പം. അവർ മാനേജ്മെൻറ്റിൽ PhD ചെയ്ത് അവരുടെ സ്വന്തം ഇനിഷ്യേറ്റീവിലാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിട്ട് അവർ നന്നായി പാടും. അങ്ങനെയാണ് അവർ ഈ പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത്. പിന്നെ കോൺഗ്രസിനോട് ആഭിമുഖ്യമുള്ളത് കൊണ്ട് ഈ ഉമ്മൻചാണ്ടിയോട് സ്നേഹമുള്ളവരെല്ലാം മരിയയെ വിളിക്കും. അപ്പോൾ മരിയയെ വിളിക്കുന്നത് കൊണ്ട് സ്വന്തം ചിലവിലാണ് മരിയ, പാർട്ടി ചിലവിലൊന്നുമല്ല, സ്വന്തം ചിലവിൽ അധ്വാനിച്ച പൈസ കൊണ്ടാണ് മരിയ എല്ലായിടത്തും ഓടി നടന്ന് പാർട്ടി. കാരണം ഡിമാൻഡും ഉണ്ടേ. ഇപ്പോൾ ചാണ്ടിക്ക് ഇപ്പോൾ എല്ലായിടത്തും പോകാനൊക്കെ ഇല്ല. ചാണ്ടിയുടെ പ്രധാന തിരഞ്ഞെടുപ്പാണിത്. അപ്പം ചാണ്ടിയെ സംബന്ധിച്ചിട്ട് കേരളം മൊത്തം ഓടി നടക്കാൻ നോക്കില്ല. അത് കൊണ്ടും കൂടെയാണ് മരിയ ഉമ്മന് ഇത്രയും ഡിമാൻഡ്. അല്ലെ, മറിയ ഉമ്മൻ്റെ എനിക്കൊരു പേഴ്സണൽ അനുഭവമുണ്ട്. എൻ്റെ ഒരു വളരെ ക്ലോസ് ബന്ധു, ഒരു പെൺകുട്ടി ഞങ്ങളുടെ വീടിനടുത്ത് വെച്ച് ഒരു അപകടത്തിൽപ്പെട്ടു. കോട്ടയത്തെ ഒരു പ്രശസ്ത ആശുപത്രിയിലാണ്, വളരെ ഗുരുതരാവസ്ഥയിലാണ്. അപ്പോൾ ഞാൻ ആശുപത്രി അധികൃതരെ ബന്ധപ്പെട്ടു. ഞാൻ കാനഡയില്ല, വിളിക്കുമ്പോൾ ഈ ആശുപത്രി അധികൃതർ പറയുന്നു ഉമ്മൻചാണ്ടി ഇവിടെ വന്നിരുന്നെന്ന്. എൻ്റെ ഈ ക്ലോസ് റിലേറ്റീവിൻ്റെ കാര്യം പറഞ്ഞു. അപ്പം ഞാൻ അതിശയിച്ചു പോയി, എങ്ങനെയാണ് ഉമ്മൻചാണ്ടി അതിലേക്ക് എത്തിയത്? ബന്ധുക്കളോട് ചോദിച്ച് വലിയ വിവരമില്ല. പിന്നെ ഈ കുട്ടി വർക്ക് ചെയ്തിരുന്ന EYയിലാണ്. പിന്നീട് കുട്ടി ബോധമൊക്കെ വന്ന് നോർമലായപ്പോൾ ഞാൻ അവളോട് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ EYയിൽ ജോലി ചെയ്യുന്നു എന്നുള്ള വിവരം മനസ്സിലാക്കി മറിയ ഉമ്മൻ അച്ഛനെ പറഞ്ഞു വിട്ടതാണ് ആയിരിക്കും. അപ്പം അതിപ്പം മരിയ ഉമ്മൻ ഈ പൊതുപ്രവർത്തനം മന്ന എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷനാണ്. അവിടെ ആശ്രയ എന്ന് പറഞ്ഞ് കോട്ടയത്ത് വേറൊരു ഓർഗനൈസേഷൻ ഉണ്ട്. പിന്നെ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷനുണ്ട്. അപ്പോൾ ഈ മന്നയുടെ പ്രവർത്തനം മരിയ ഉമ്മൻ ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ തൊട്ട് വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗം കൂടിയാണ് അവരുടെ പൊതുപ്രവർത്തനം. ഇതൊന്നും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനല്ല എന്ന് നമുക്ക് ശരിക്കും വിശ്വസിച്ച് പോയി ഇതൊക്കെ കാണാം. അല്ല, എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ അവർ ജെനുവിൻ മനുഷ്യനാണ്. എനിക്കറിയാവുന്ന ചാണ്ടി ഉമ്മൻ വളരെ ജെനുവിൻ മനുഷ്യനാണ്, വളരെ ജെനുവിനായിട്ട് മനുഷ്യൻ. എന്ന് വെച്ചാൽ കള്ളവും കളിപ്പീരും കള്ളത്തരങ്ങളും ഇല്ലാത്തൊരു യഥാർത്ഥ മനുഷ്യനാണ്. അതുകൊണ്ടാണ് പലപ്പോഴും അദ്ദേഹം ഫിൽറ്റർ ചെയ്യാതെ അഭിപ്രായം കയറി പറയുന്നത്. ഇല്ല, തൊട്ടിപ്പുറത്ത് മറ്റു ചില ഭരണത്തലവന്മാരെ നോക്കുമ്പോൾ മക്കളെയൊക്കെ എത്ര 5 സ്റ്റാർ സൗകര്യങ്ങളിലാണ് ജീവിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്നു. ഉമ്മൻചാണ്ടി അങ്ങനെ ഒരാളെ ആയിരുന്നില്ല. എനിക്കറിയാവുന്ന ഈ ബാച്ചു രാജഗിരിയിലാണ്, എനിക്കൊന്ന് MSW ആണോ മാനേജ്മെൻ്റ് ആണോ പഠിച്ചതെന്നറിയില്ല. പക്ഷേ ഇവരെല്ലാവരും സാധാരണ സ്കൂളിൽ അവരുടെ മെറിറ്റിൽ പഠിച്ചു വളർന്ന മക്കൾ. ചാണ്ടി ഉമ്മൻ ഇപ്പോൾ ഭൂരിപക്ഷം ഉയർത്തും അല്ലേ? കുറെ ഉയർത്തും. ചാണ്ടി ഉമ്മൻ എന്ന് പറഞ്ഞാൽ ചാണ്ടി ഉമ്മൻ ഹാസ് ബിക്കം എ പാർട്ട് ഓഫ്. ആദ്യ സമയത്ത് പുള്ളി കുറേ യാത്രയൊക്കെ ചെയ്യുമ്പോഴേ ഒരുപാട് പരാതി ഉണ്ടായിരുന്നു ആദ്യത്തെ ഒരു വർഷത്തേക്ക്. പക്ഷെ അത് പുള്ളി കഴിഞ്ഞ 1.5 വർഷം കൊണ്ട് നികത്തിയെടുത്തു. ഉപതെരഞ്ഞെടുപ്പിൽ സീറ്റ് കൊടുക്കുമ്പോൾ പോലും കോൺഗ്രസിനുള്ളിൽ നിന്ന് ചില വിമർശനങ്ങൾ ഉയർന്നിരുന്നു. മറിയയ്ക്ക് കൊടുത്താൽ മതിയായിരുന്നു, ചാണ്ടി ഉമ്മന് കൊടുത്ത അബദ്ധമാണ് എന്നൊക്കെ. ചാണ്ടി ഉമ്മൻ ജെനുവിൻ വർക്കറാണ്. ചാണ്ടി ഉമ്മൻ 20 കൊല്ലം പ്രവർത്തിച്ച കൊണ്ട് ഉമ്മൻചാണ്ടിയുടെ മോനല്ലായിരുന്നു ചാണ്ടി ഉമ്മൻ എന്നേ സീറ്റ് കിട്ടിയേനെ. എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ ചാണ്ടി ഉമ്മന് 2011 ഷാഫിക്ക് കിട്ടിയ സമയത്ത് തന്നെ ചാണ്ടി ഉമ്മന് സീറ്റ് കിട്ടണ്ട. കാരണം ഉമ്മൻചാണ്ടിയുടെ മകൻ ആയതുകൊണ്ട് മാത്രം. ഞാനന്ന് അവിടെ എഴുതിയിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്കറിയാം ഉമ്മൻചാണ്ടിയുമായിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത് പ്രവർത്തിച്ച ഒരാളാണ്. 2016 ഞാൻ ഉമ്മൻചാണ്ടിയുടെ ചെവിയിൽ പറഞ്ഞു ചാണ്ടി ഉമ്മനെ ഒരു സീറ്റ് കിട്ടണ്ടായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് ശരിയാകത്തില്ല. ഞാനീ പറയുന്നത് സത്യമാണ്, അത് ശരിയാകില്ല. 2021 അദ്ദേഹം ഡൽഹിയിലോട്ട് വന്നത് ഞാൻ മാറ്റി നിർത്തി അവരുടെ വീട്ടിൽ വെച്ചാണ് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു വീട്ടിൽ നിന്ന് ഒരാൾ മതി. അതാണ് ഇപ്പോൾ ഈ ചാണ്ടി ഉമ്മൻ പറയുന്നത്. അല്ലല്ല, എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ നിന്ന് ഒരാൾ മതി. 2021 മാർച്ചിൽ അദ്ദേഹം ഡൽഹിയിലേക്ക് ACയിൽ ചർച്ചയ്ക്ക് പോകുമ്പോഴാണ് ഞാൻ പറഞ്ഞത് ചാണ്ടി ഉമ്മന് ഇനിയെങ്കിലും, കാരണം ഈ ഡിസേർവ്സ് ഇറ്റ് എന്ന് എനിക്ക് ബോധ്യമായതിൻ്റെ പേര്. ചാണ്ടി ഉമ്മൻ എന്നോട് പറഞ്ഞിട്ടില്ല, വേറെ ആരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല.
ഇത് ചാണ്ടി ഉമ്മന് പോലും അറിയാമെന്ന് എനിക്കറിയാം, ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ചാണ്ടി എനിക്ക് വളരെ അടുത്തറിയാവുന്നതുകൊണ്ടാണ്. ഐ തോട്ട് ഹി ഡിസേർവ് ഇറ്റ്. അപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ഒരു പ്രത്യേക ഇടം നേടിയെടുക്കും ചാണ്ടി ഉമ്മൻ, അക്കാര്യത്തിൽ സംശയമില്ല. ഹി സ്ലോലി എമർജ് ചെയ്യുന്ന ഒരാളാണ്, പക്ഷേ ഹി വിൽ എമർജ് ഇറ്റ്. കാരണം പിന്നെ ചാണ്ടി ഉമ്മന് നന്നായി ഹിന്ദി പറയും, അതെ, നന്നായി ഇംഗ്ലീഷ് പറയും, നന്നായി മലയാളം പറയും, മുണ്ടുടുക്കാൻ അറിയാം. സാധാരണ ഈ എന്താ പറഞ്ഞേ, ഈ അപ്പീസിനും പപ്പീസിനും ഒന്നും മുണ്ടുടുക്കാൻ അറിയില്ല, മുണ്ടഴിഞ്ഞു പോകുമല്ലോ. ചാണ്ടി ഉമ്മൻ അതൊന്നും ഒരു പ്രശ്നമല്ല. സോ ഹീ വിൽ എമർജ്, ഒരു നല്ല നേതാവായിട്ട് വരുമെന്നുള്ളതാണ് എനിക്ക്. സത്യം പറഞ്ഞാൽ ചാണ്ടി ഉമ്മൻ മാത്രമല്ല, ഷാഫിയെക്കുറിച്ചും എനിക്ക് നല്ല അഭിപ്രായമാണ്. തീർച്ചയായിട്ടും. അതുപോലെ കേരളത്തിൽ പിന്നെ കഴിവുള്ള ആ ഒരു ബാച്ചിൽ ബി.ടി. ബൽറാം നല്ല പിന്നെ റാങ്ക് മേടിച്ച് പാസ്സായ ആളാണ്. അദ്ദേഹം എൻജിനീയറിങ്, MBA, LLB. ഇപ്പോൾ ഇവരെല്ലാവരും, ചാണ്ടി ഉമ്മന് 2 LLM ഉണ്ട്, ഹ്യൂമൻ റൈറ്റ്സിലും ഉണ്ട്, ഇൻ്റർനാഷണൽ ലോയിലും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കഴിവുള്ള ഒരുപാട് പേരുണ്ട്. ചാണ്ടി ഉമ്മൻ ഈസ് വൺ എമംഗ് ദം. അപ്പോൾ അത് യുണീക്കല്ല, കോൺഗ്രസ്സിൽ അങ്ങനെ ഒരുപാട് പേരുണ്ട് പിന്നെ സാധ്യതയുള്ള. ഞാൻ പറഞ്ഞു ഇപ്പോൾ അലോഷ്യസ്, ഞാൻ വളരെ ഇമ്പ്രസ്ഡ് ആണ്. ഒരു സാധാരണ കുടുംബത്തിൽ പഠിച്ച അലോഷ്യസ് ഇതിനിടയ്ക്ക് പാർട്ടി പ്രവർത്തനം നടത്തുന്നതിനോടൊപ്പം PhD എഴുതിയെടുത്തെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എൻ ഈസി തിങ്. തീർച്ചയായിട്ടും. വളരെ നന്ദി ശ്രീ. താങ്ക് യു. നമസ്കാരം.